അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത് 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഫിഖ്ഹുമായി ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. ആദ്യത്തെ പ്രവർത്തനം യോജിപ്പിക്കാം. വലതുഭാഗത്ത് കൊടുത്തിട്ടുള്ള വരിയുമായി ഇടതുഭാഗത്തുനിന്ന് യോജിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് എടുത്തെഴുതുകയാണ്, നടുക്ക് എടുത്തെഴുതുകയാണ് ചെയ്യേണ്ടത്. 1. ഈ 2 റക്അത്തുകളായി എത്രയും നിസ്കരിക്കാം. ഈ 2 റക്അത്തുകളായിട്ട് എത്രയും നിസ്കരിക്കാം. അതേതാണ് നിസ്കാരം? തഹജ്ജുദാണ്. 2. കാരണമില്ലാതെ ഒഴിവാക്കൽ കറാഹത്താണ്. കാരണമില്ലാതെ ഒഴിവാക്കൽ കറാഹത്തുള്ള നിസ്കാരം സ്വലാത്തുൽ തഹിയ്യത്ത്, പള്ളിയിൽ തഹിയ്യത്തുൽ മസ്ജിദ്, പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് ഇരിക്കുന്നതിന് മുമ്പ്. അത് കാരണമില്ലാതെ ഒഴിവാക്കൽ കറാഹത്താണ്. 3. റവാത്തിബ് നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമാണ്. അതേതാ നിസ്കാരം? റവാത്തിബ് നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമുള്ള നിസ്കാരം സ്വലാത്തുൽ വിത്ർ നിസ്കാരം. 4. ശരിയായ മുഅ്മിനിൻ്റെ അടയാളമാണ്. നമുക്കറിയാം, നമ്മൾ റവാത്തിബ് കഴിഞ്ഞ ശേഷം പഠിച്ച അടുത്ത സുന്നത്ത് നിസ്കാരമാണ് ളുഹ. ളുഹ നിസ്കാരം ശരിയായ മുഅ്മിനിൻ്റെ അടയാളമാണ്. 5. നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്നൊരു കാര്യം ഇടതുഭാഗത്തുണ്ട്. അതേതാണ്? ശുക്രിൻ്റെ സുജൂദാണ്. അത് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. 6. ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യം. ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യം ഇടതുഭാഗത്തു നിന്നും തിരഞ്ഞെടുക്കാം. ഏതാണ്? തൈമും ചെയ്യലാണ്. 7. റക്അത്തുകൾക്ക് നിശ്ചിത കണക്കില്ല. റക്അത്തുകൾക്ക് നിശ്ചിത കണക്കില്ല. അതേതാണ്? തഹജ്ജുദ് നിസ്കാരമാണ്. 8. പള്ളിയിൽ പ്രവേശിച്ചത് മുതൽ ഇരിക്കുന്നത് വരെയാകുന്നു. എന്ത്? തഹിയ്യത്തിൻ്റെ സമയം. പള്ളിയിൽ കയറിയ നിസ്കരിക്കേണ്ട നിസ്കാരമാണ് തഹിയ്യത്ത്. അതിൻ്റെ സമയം പള്ളിയിൽ പ്രവേശിച്ചത് മുതൽ ഇരിക്കുന്നത് വരെയാണ്. 9. റഹിമല്ലാഹു ഇംറഅ സ്വല്ല ഖബ്ലൽ അസ്രി അർബഅൻ. 10. അൽ വിത്റു ഹഖ്ഖുൻ. വിത്ർ കടമയാണ്. ചോദിച്ചത് ഏതാണ്? അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിൻ്റെ മേലിലും. 11. വസ്ത്രങ്ങളിൽ വെള്ളയാകുന്നു അഫ്ളൽ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം, പൂരിപ്പിക്കാം. 1. സുബ്ഹാനല്ലാഹി ഡാഷ് വലാ ഇലാഹ ഇല്ലല്ലാഹു ഡാഷ് വലാ ഹൗല ഡാഷ് ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. 2. സജദ വജ്ഹിയ ഡാഷ് വസവ്വറഹു ഡാഷ് വബസറഹു ഡാഷ് അഹ്സനുൽ ഖാലിഖീൻ. യോജിച്ചത് പൂരിപ്പിച്ചു കൊടുക്കുക. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അടുത്ത പ്രവർത്തനം ക്രമത്തിലാക്കാനുള്ളതാണ്. 1. ഫി ആഖിരി സമാനി റായിഹത്തൽ ജന്നത്തി യഖ്ളിബൂന ബിസ്സവാദി ലാ യരീഹൂന യകൂനു ഖൗമൻ കഹവാസിൽ ഹവാമി. ഇത് ഓർഡറിലല്ല, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് ഓർഡറാക്കി കൊടുക്കുക. ഇതിൽ ഫസ്റ്റ് വരേണ്ടത് യകൂനു ഖൗമൻ ഫി ആഖിരി സമാനി യഖ്ളിബൂന ബിസ്സവാദി കഹവാസിൽ ഹമാമി ലാ യരീഹൂന റായിഹത്തൽ ജന്നത്തി. 2. ഫലാ യജ്ലിസ് റക്അതൈനി ഇദാ ദഖല അൽ മസ്ജിദ അഹദുക്കും ഹത്താ യുസല്ലി. ശരിയാക്കി എഴുതാം. ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ
ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റക്അത്തൈനി. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. 1. ഇസ്തിഖാറത്ത് നിസ്കാരം ശേഷം ദുആ ചെയ്യണം. എന്ത്? ഇസ്തിഖാറത്തിന് നിസ്കാര ശേഷം ദുആ ചെയ്യണം. എന്ത്? അതായത് നിസ്കരിച്ച ശേഷം ദുആ ചെയ്യണം. അതിലെന്താണ് പറയേണ്ടതെന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ്? ഉദ്ദേശിച്ച കാര്യം നന്മയുള്ളതാണെങ്കിൽ എളുപ്പമാകാനും തിന്മയുള്ളതാണെങ്കിൽ തട്ടിക്കളയാനും മറ്റുമാണ് ദുആ നിർവഹിക്കേണ്ടത്. 2. ഖുനൂത്ത് ഓതൽ സുന്നത്തുള്ള നിസ്കാരം ഏത്? ഖുനൂത്ത് ഓതൽ സുന്നത്തുള്ള നിസ്കാരം ഏതാകുന്നു? അത് നമ്മുടെ സ്വലാത്തുൽ വിത്ർ എന്നുള്ള പാഠഭാഗത്തിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. റമളാൻ അവസാന പകുതിയിലെ വിത്റിൽ ഖുനൂത്ത് ഓതലും റമളാനിൽ വിത്ർ ജമാഅത്തായി നിസ്കരിക്കലും സുന്നത്താണ്. അപ്പോൾ സുബഹിലും സുന്നത്ത് തന്നെയാണ്. അതുപോലെ റമളാനിന് അവസാന പകുതിയിലെ അവസാന വിത്തറിലും ഖുനൂത്ത് ഓതൽ സുന്നത്താണ്. 3. സുജൂദ് തിലാവത്ത് നിർബന്ധമാണ്. ആർക്ക്, എപ്പോൾ? ആർക്കാണ് നിർബന്ധം? ഇമാമ് സുജൂദ് ചെയ്താൽ മഅ്മൂമിന് സുജൂദ് ചെയ്യൽ നിർബന്ധമാണ്. അടുത്ത ചോദ്യം, ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ നടക്കുന്നവൻ ഖിബ്ലക്ക് മുന്നിടണം. എപ്പോഴെല്ലാം? ഉത്തരം, നടക്കുന്നവൻ തക്ബീറത്തുൽ ഇഹ്റാം, റുക്കൂഅ്, സുജൂദ്, ഇടയിലെ ഇരുത്തം എന്നിവ ഖിബ്ലക്ക് മുന്നിടണം. ഇനി 5-ാമത്തെ ചോദ്യം, സുന്നത്ത് നിസ്കാരങ്ങൾ നിശ്ചയിക്കപ്പെട്ടത് എന്തിന്? ഉത്തരം, ഫർള് നിസ്കാരങ്ങളിൽ സംഭവിക്കുന്ന പിഴവുകളും മറവികൾ കാരണം നഷ്ടപ്പെട്ടു പോയ ഫർളുകളും പരലോകത്ത് പരിഹരിക്കപ്പെടാൻ വേണ്ടിയാണ് സുന്നത്തുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ചോദ്യം 6, റവാത്തിബിൽ വളരെയേറെ പുണ്യമുള്ള 10 റക്അത്തുകൾ ഏതാണ്? ഉത്തരം, ളുഹ്ർ, സുബ്ഹ് എന്നിവയുടെ മുമ്പ് ഈ 2 റക്അത്തുകളും ളുഹ്ർ, മഗ്രിബ്, ഇശാ എന്നിവയ്ക്ക് ശേഷം ഈ 2 റക്അത്തുകളും. ഇതാണ് വളരെ പുണ്യമുള്ള സുന്നത്ത്. 7, തഹിയ്യത്ത് നിസ്കരിക്കാൻ സൗകര്യപ്പെടാത്തവൻ എന്ത് ചൊല്ലണം? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 4 തവണ ചൊല്ലണം. ഇനി 2 എണ്ണം എഴുതാം. ഉദാഹരണം എഴുതി കൊടുക്കുക. 1, തഹിയ്യത്ത് നിസ്കാരം കറാഹത്തുള്ളവർ. തഹിയ്യത്ത് നിസ്കാരം കറാഹത്തുള്ളത് 1, ഹറമിൽ പ്രവേശിച്ചവനും 2, ഖുത്ബയുടെ സമയമായ ശേഷം വന്ന ഖതീബിനും. 2, ശുക്രിൻ്റെ സുജൂദ് സുന്നത്താവുന്ന അവസരം. ശുക്രിൻ്റെ സുജൂദ് സുന്നത്താവുന്ന അവസരം. ഉത്തരം, സൂറത്തു സ്വാദിലെ ശുക്രിൻ്റെ സുജൂദ് ഓതിയാലും അവിടെ ചെയ്യൽ സുന്നത്താണ്. അതുപോലെ തന്നെ രോഗിയെ കാണുമ്പോൾ അവിടെയും അവന് ശുക്രിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ചോദ്യം 3, നിസ്കാരത്തിലല്ലാതെ ചെയ്യുന്ന സുജൂദ് തിലാവത്തിൻ്റെ ഫർളുകൾ. അതിന് 4 ഫർളുകളാണുള്ളത്. 1, തിലാവത്തിന് വേണ്ടി ഞാൻ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതുക, അതായത് നിയ്യത്ത്. 2, തക്ബീറത്തുൽ ഇഹ്റാം. 3, ഒരു സുജൂദ് ചെയ്യൽ. 4, സലാം വീട്ടുക. ഇത് നിസ്കാരത്തിലല്ലെങ്കിലാണ് ഈ ഫർളുകളുള്ളത്. 4, ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ. ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ അത് നമ്മുടെ 8-ാമത്തെ പാഠം സ്വലാത്തുൻ നഫ്ൽ എന്നുള്ള പാഠത്തിൽ പറയുന്നുണ്ട്. 2-ാമത്തെ 3-ാമത്തെ പാരഗ്രാഫിലായിട്ട്. 1, റവാത്തിബ്. 2, ളുഹ. 3, വിത്ർ. 4, ഇസ്തിഖാറത്ത്. 5, തഹിയ്യത്ത്. 6, സ്വലാത്ത് തസ്ബീഹ്. 7, തഹജ്ജുദ്. 8, റവാത്തിബ്. ഇനി 5, സഹ്വിൻ്റെ സുജൂദിനുള്ള കാരണങ്ങൾ. കുറേ കാരണങ്ങൾ പാഠത്തിൽ പറയുന്നുണ്ട് 6-ാമത്തെ പാഠത്തിൽ. 1, അബഅദ് സുന്നത്തുകളിൽ നിന്ന് ഒന്നിനെ മനഃപൂർവമായോ മറന്നോ ഒഴിവാക്കുക. 2, മനഃപൂർവം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്നതും മറന്നു ചെയ്താൽ ബാത്തിലാകാത്തതുമായ ഒരു കാര്യം മറന്നു ചെയ്യുക. ചിലപ്പോൾ അതിൻ്റെ ഉദാഹരണമൊക്കെ ചോദിക്കട്ടോ. 3,
അസ്ഥാനത്ത് കൊണ്ടുവന്നാൽ നിസ്കാരം ബാത്തിലാകാത്ത ഒരു കൗലിയായ കാര്യം അതിൻ്റെ സ്ഥാനത്തല്ലാതെ കൊണ്ടുവരിക. 4 ചെയ്ത കാര്യത്തിൽ സംശയമുണ്ടാവുക. ഇതൊക്കെയാണ് സഹ്വിൻ്റെ സുജൂദിൻ്റെ കാരണങ്ങൾ. ഇനി വ്യക്തമാക്കാം. 1 തഹജ്ജുദ് നിസ്കാരം. എന്താണ് തഹജ്ജുദ് നിസ്കാരം എന്നാൽ? ഉത്തരം, രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമുള്ള സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ്. ചോദ്യം 2 വിത്റിൻ്റെ സമയം. ഉത്തരം, ഇശാ നിസ്കാരത്തിൻ്റെയും ഫജ്ർ സാദിഖിൻ്റെയും ഇടയിലുള്ള സമയമാണ് വിത്റിൻ്റെ സമയം. 3 ളുഹയുടെ സമയം. സൂര്യൻ ഉദിച്ചതു മുതൽ ഉച്ചവരെയാണ്. 4 തഹിയ്യത്ത് നിസ്കാരം. എന്താണ് തഹിയ്യത്ത് നിസ്കാരം എന്നാൽ? പള്ളിയിൽ പ്രവേശിച്ചവന് പള്ളിയുടെ ഉടമസ്ഥനായ അള്ളാഹുവിനെ ബഹുമാനിച്ചുകൊണ്ട് നിർവഹിക്കുന്ന 2 റക്അത്ത് നിസ്കാരമാണ് തഹിയ്യത്ത്. 5 വിത്റിന് ശേഷം 3 പ്രാവശ്യം പറയേണ്ടത്. എന്താണ്? സുബ്ഹാനല്ലാഹി മലിക്കുൽ ഖുദ്ദൂസ് എന്ന് 3 തവണ പറയണം. 6 നരച്ച മുടിക്ക് കൊടുക്കൽ സുന്നത്തായ കളർ മഞ്ഞ, അതുപോലെ ചുമപ്പ്. 7 ഇസ്ലാം നമുക്ക് നൽകിയ 3 ആനുകൂല്യങ്ങൾ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹുഫിൻ്റെ മേലെ തടവുക, തയമ്മും ചെയ്യുക, കസറും ജമ്മാക്കി നിസ്കരിക്കുക. ഇനി അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം. 1 തഹജ്ജുദ് റക്അത്തുകൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം നൃത്തം നീളമാക്കലാണ്. 2 തഹിയ്യത്തിൻ്റെ സമയം പള്ളിയിൽ പ്രവേശിച്ചതു മുതൽ ഡാഷ് ഇരിക്കുന്നത് വരെയാകുന്നു. 3 വിത്ർ നിസ്കാരം ചുരുങ്ങിയത് 1 റക്അത്തും പൂർണ്ണമായത് 11 റക്അത്തുമാകുന്നു. 4 ളുഹ നിസ്കാരം ചുരുങ്ങിയത് 2 റക്അത്തും കൂടിയാൽ ഡാഷ് 8 റക്അത്തുമാകുന്നു. 5 നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം എന്നിവ അല്ലാത്തതിൽ സലാമിന് ശേഷം ഉണ്ടാകുന്ന സംശയം ഡാഷ് പരിഗണിക്കപ്പെടുകയില്ല. 6 സ്വർണവും വെള്ളിയും പുരുഷന് ഡാഷ് ഹറാമാണ്. 7 നിസ്കാരത്തിൽ തലപ്പാവ് ധരിക്കൽ ഡാഷ് സുന്നത്താണ്. 8 യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ ഡാഷ് ഇൻദ കുല്ലി മസ്ജിദിൽ ഹറാം. 9 പുരുഷൻ കൈകാലുകളിൽ മൈലാഞ്ചി, ചായം ഡാഷ്. പുരുഷന് കൈകാലുകളിൽ മൈലാഞ്ചി, ചായം കൊടുക്കലും താടി വടിക്കലും ഹറാമാണ്. 10 ഇമാം സഹ്വിൻ്റെ സുജൂദ് ചെയ്താൽ കൂടെ സുജൂദ് ചെയ്യൽ ഡാഷ് മഅ്മൂമിന് നിർബന്ധമാണ്. ഇനി അർത്ഥം എഴുതാനുള്ള പ്രവർത്തനം. അന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫി റമളാന 20 റക്അത്തൻ സിവൽ വിത്ർ. വിത്ർ നിസ്കാരം കൂടാതെ 20 റക്അത്ത് റമളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നവരായിരുന്നു. 2 മാ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിലും അല്ലാത്തപ്പോഴും 11 ഏറ്റിയിട്ടില്ല. 3 അൽ വിത്റു ഹക്കുൻ അലാ കുല്ലി മുസ്ലിമിൻ. വിത്ർ നിസ്കാരം എല്ലാ മുസ്ലിമിൻ്റെ മേലിലും കടമയാണ്. 4 ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന കുല്ലി അദനൈനി സ്വലാത്തുൻ. എല്ലാ ഈ 2 റക്അത്തുകൾക്കിടയിലും നിസ്കാരമുണ്ട്. 5 ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം റഹിമല്ലാഹു ഇംറഅൻ സ്വല്ലാ ഖബ്ലൽ അസ്രി 4. അസ്റിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചവന് അള്ളാഹു കരുണ ചെയ്തിരിക്കുന്നു. ഇതോടുകൂടെ നമ്മുടെ 6ാം ക്ലാസ്സിലെ ഫിഖിലെ ചോദ്യങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.